ഗുഡ് മോർണിംഗ് ഗൈസ്. ഈ കിടന്നിറങ്ങുന്നത് ഈ വീട്ടിലെ മരുമകളാണ്. സമയം 7:30. അവൾ ഉറക്കം എഴുന്നേൽക്കുന്നു. ഇന്ന് വലിയ ജോലിയില്ലാത്ത ദിവസമാണ്. അതിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് കാണാനുമുണ്ട്. മന്ദം മന്ദം ബാത്റൂമിലേക്ക് പോയി അവൾ മുഖം കഴുകുകയാണ്. ഇന്ന് അവളുടെ അമ്മായിയമ്മ ഇവിടെ ഇല്ലാത്ത ദിവസമാണ് ഗൈസ്. അമ്മായിയമ്മ ഇന്ന് എങ്ങോട്ട് പോകുന്നു? ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പല്ല് തേക്കാൻ ഒരു അരമണിക്കൂർ സമയം എടുക്കും. പല്ല് തേച്ച് വെച്ച് പല്ല് തേഞ്ഞ് തീർന്നു എന്നാണ് ഡെന്റിസ്റ്റ് പറഞ്ഞത്. ഇറക്കി വെച്ച് പല്ല് ക്ലീൻ ചെയ്യാൻ പോയപ്പം അമ്മായിയമ്മ ഇറങ്ങിയിട്ടുണ്ട്. ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിമണിയായിട്ട് പോകുന്നുണ്ട്. ഈ ഭാവത്തിലാണ് പറഞ്ഞെങ്കിൽ സ്നേഹത്തോടെ നേരത്ത് തന്നെ ഇരിക്കണം. വെളിയിറങ്ങുന്നത് പ്രവാസംഗം വരും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അമ്മായിപ്പം പോയപ്പോൾ ഞാൻ അകത്ത് കയറി. പിന്നെ എൻ്റെ തുണികൾ അടുക്കി പെറുക്കി വയ്ക്കുകയാണ്. എന്താണെന്നറിയില്ല, വല്ലാത്ത മടിയാണ് ഈ വക കാര്യങ്ങൾ ചെയ്യാനായിട്ട്. തുണി കൊണ്ട് അവിടെ ഇട്ടേക്കും, പിന്നെ ഒരു നേരം പിടിക്കും അത് മടക്കിടാനായിട്ട്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എന്താണ് എൻ്റെ സ്വഭാവങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ഇന്നലെ അമ്മ മാവ് ആട്ടി വെച്ചിട്ടുണ്ട്, ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മാവ് എടുത്ത് ദോശ ഉറണം, ചമ്മന്തി കൂട്ടി കഴിക്കണം രാവിലത്തെ കാപ്പി. ഉച്ചയ്ക്കത്തേക്ക് ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. ഇന്നലത്തെ കൊഞ്ച് കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ അവിയലിരിപ്പുണ്ട്, അതൊന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കണം. അച്ചാറുണ്ട്, ഇത് മതി, കൂടുതലൊന്നും വേണ്ട. കുട്ടിക്ക് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അടുക്കളയ്ക്ക് റെസ്റ്റാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കയറിയ അടുക്കള ഒന്ന് കുളമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മ എല്ലാം തന്നെ മുന്നേ ചേർത്ത് ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി ഇവിടെ കഴിയാറായി. ഇനി അമ്മ വന്നിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ആലോചിച്ചെങ്കിലും ഞാനൊന്നും എടുത്തില്ല. അതങ്ങനെയാണല്ലോ, അമ്മ ഇല്ലാത്ത ദിവസം എന്താണെന്നറിയില്ല, വീഡിയോയ്ക്കൊരു ഗുമ്മില്ല ഗെയ്സ്. എനിക്ക് എടുക്കാനും തോന്നത്തില്ല. അമ്മായിയമ്മയാണ് എൻ്റെ മെയിൻ കണ്ടൻറ്റ്. പിന്നെ എന്നെ കാണാൻ ആർക്കും ഇൻട്രസ്റ്റും ഇല്ലാന്നേ. അങ്ങനെ കഴിഞ്ഞു ഗെയ്സ്, കഴിഞ്ഞു. ആ ദിവസം കഴിഞ്ഞു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഉറക്കമായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെ. ഇപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? തേങ്ങ പൊതിക്കാൻ പഠിക്കണ്ടായിരുന്നു. പണ്ട് നല്ല പിള്ള ചമയാൻ വേണ്ടി തേങ്ങ പൊതിക്കാൻ പഠിച്ചിപ്പോൾ എനിക്കത് വിനയായിട്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയൊരു കഥയുണ്ട് കേട്ടോ. 2 പെൺമക്കളുള്ള ഒരു വീട്ടിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ് ഞാൻ. മൂത്ത മകൾ വളരെ മടിച്ചിയും ജോലിക്കള്ളിയുമായിരുന്നു. അവളുടെ മുന്നിൽ നിന്നും നല്ല പിള്ള ചമയാൻ വേണ്ടി, അമ്മയുടെയും നല്ല സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ തേങ്ങ പൊതിക്കാൻ പഠിച്ചു. കാര്യം അവൾ ഈ നിമിഷം വരെ തേങ്ങ പൊതിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇപ്പോഴെങ്ങനെ പഠിച്ചോ ആവോ. അന്ന് അമ്മ വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ചമ്മന്തി അരയ്ക്കണോ, എന്തെങ്കിലും കറി ഉണ്ടാക്കണോ, തേങ്ങ പൊതിക്കണം, അത് അവൾക്കറിയില്ല. ആ ദിവസങ്ങളിൽ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ മിടിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്ത്. അപ്പോൾ അമ്മ പറയുമായിരുന്നു, കൊച്ചിനെ കണ്ടുപടി. അത് കേട്ട് ഞാൻ വല്ലാതെ രോമാഞ്ച പുളകിതയായി. പക്ഷെ അന്ന് ഈ നല്ല പിള്ള തരാൻ വേണ്ടി പഠിച്ച തേങ്ങ പൊതിപ്പുണ്ടല്ലോ, അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് വിനയാണ്. വീട്ടിൽ ഇപ്പോൾ പോയാലും അവളുണ്ടെങ്കിലും തേങ്ങ കൊണ്ട് അമ്മ എൻ്റെലേ തരുള്ളൂ. തേങ്ങ പൊതിച്ചാ ഇവിടെയാണെങ്കിലും അതേ ഗൈസ്. അവിടുത്തെ അമ്മയ്ക്കാണെങ്കിലും കൈ വയ്യ. അതുകൊണ്ടാണ് ഇവർ രണ്ടാളും എനിക്ക് തരണത്. എന്നാലും ഞാൻ ചില നിമിഷങ്ങളിൽ ആലോചിക്കും, പുല്ല് പഠിക്കണ്ടായിരുന്നു, അത് നേരത്താണോ എന്ന് തേങ്ങ പൊതിക്കാൻ പഠിച്ചോന്ന്. അങ്ങനെ പിറ്റേ ദിവസമാണ്, ഇന്ന് അമ്മ ഉള്ള ദിവസമാണ്. ഞാൻ 2 വീഡിയോ ഒറ്റ ട്രിപ്പാക്കി ഇട്ടതാണ്. എന്താണെന്നറിയില്ല, ഇന്ന് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാനൊന്നും വലിയ മൂഡില്ല. അതുകൊണ്ടാട്ടെ ഈ ഒരു മന്ദത. അങ്ങനെ രാവിലെ ഉറക്കുന്നതായിട്ട് തന്നെ പുട്ടും മുട്ടയും ഒക്കെ കുത്തി കയറ്റുകയാണ്. ഇന്ന് തേങ്ങ പൊതിക്കാൻ വരുന്നത്. തേങ്ങ പൊതിക്കാനല്ല, തേങ്ങ ഇടാൻ ആൾ വരുന്ന ദിവസമാണ്. അപ്പം അവർക്ക് വഴികാട്ടിയായിട്ട് എന്നെ പറഞ്ഞു വരണം. അപ്പം അതിനു വേണ്ടി മുമ്പേ തന്നെ അമ്മ പുട്ടും മുട്ടയൊക്കെ എനിക്ക് തന്നു. നീ കഴിച്ചിട്ട് നീ മുന്നേ പൊക്കോളാൻ. അല്ലെങ്കിലും അങ്ങനെയാണ്, എവിടെയെങ്കിലും പോകുന്ന ദിവസം എൻ്റെ അമ്മയമ്മേനെ നേരത്തെ റൂമിലേക്ക് പറഞ്ഞോളൂ, എന്നാലേ സമയം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. നിങ്ങളും ആലോചിക്കും, കേവലം തേങ്ങ ഇടാൻ പോകാൻ എന്താ, അതിനും എനിക്ക് കുറച്ച് ടൈം വേണം. അത് നിങ്ങൾ വഴിയേ കണ്ടോളും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തേങ്ങ ഇടാൻ പോകുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീന്ന്. ഞാൻ പോവുകയാണ് ഗൈസ്. ആദ്യം തന്നെ നമ്മൾ മിനിഞ്ഞാന്നിട്ട കറുത്ത ടീഷർട്ടും കാർബോ പെയിൻറ്റും എടുത്തിട്ടും, അത് കഴിഞ്ഞ് നമ്മൾ ഇനി മുഖം ക്ലെൻസർ വെച്ച് കഴുകണം. കാര്യം ഇന്നലെ രാത്രിയൊക്കെ കിടന്നുറങ്ങിയതിന് ശേഷമുള്ള ഡെഡ് സെൽസൊക്കെ നമുക്ക് കഴുകി കളയണ്ടേ, എങ്കിലല്ലേ നമ്മുടെ മുഖമൊക്കെ വൃത്തിയാവത്തുള്ളൂ. മുഖം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ നല്ല ഓയിലി ആയിട്ടിരിക്കും. എൻ്റെ സ്കിൻ ഡ്രൈ ആണ്. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ സെറ്റാഫിലിൻ്റെ ക്ലെൻസറൊക്കെ വെച്ച് മുഖം നന്നായി തേച്ചൊരച്ച് കഴുകി. ഇത് എത്തിക്ലോ എന്ന് പറയുന്ന ഫേസ് വാഷാണ്. ഇത് ഒരു ഇൻസ്റ്റഗ്രാം ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ട് മേടിച്ചതാണ്. ഇത് തേച്ചാൽ വെളുക്കുമെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്. ഇത് തേച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെളുത്തു തുടങ്ങി.
പക്ഷേ വെളുത്ത് 4-ാമത്തെ ദിവസം എൻ്റെ മുഖം നീറ്റൽ തുടങ്ങി. എനിക്ക് വെള്ളം പോലും ഒഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അതിനകത്തൊരു എന്തോ സംഭവമുണ്ട്, ഈ സ്ക്രബ് ചെയ്യുന്നൊരു സംഭവം കൂടിയുണ്ട്. അത് ഡെയിലി എടുത്ത് വെച്ച് രാവിലെയും വൈകുന്നേരം സ്ക്രബ് ചെയ്ത് എൻ്റെ തൊലിയെങ്ങാണ്ട് ഇളകി പോയെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒത്തിരി വെയിൽ കൊണ്ടു എന്ന് തോന്നുന്ന ദിവസം മാത്രം അതൊരു ഡേ യൂസ് ചെയ്യാം. അല്ലാതെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാൻ നിർത്തി. ഇപ്പം എൻ്റെ പഴയ സെറ്റാഫില്ല് തന്നെയാണ്. പിന്നെ നമ്മുടെ തേങ്ങ ഇടാൻ പോകാനായിട്ട് ബംഗാളിയെ വഴി കാണിക്കാൻ പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സിറമാണ് സിറം അല്ല ക്രീമാണ് മുഖത്ത് തേച്ചത്. അതിനുശേഷം ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീം, വൈറ്റമിൻ സി സൺസ്ക്രീമാണ് ഇടുന്നത്. ഇനി നമുക്ക് എൻ്റെ ലിപ് ബാമിലേക്ക് കടക്കാം. നമ്മളൊരു വഴിക്ക് പോണതാണ്, നമ്മളെ കണ്ട ആരും അയ്യേ എന്ന് പറയരുത്. അപ്പം നമ്മൾ ഒരുങ്ങി ചെമഞ്ഞ് വേണം പോകാൻ. അത് കഴിഞ്ഞ് കാർഗൂന്തലിലേക്ക് കടക്കാം. നമുക്ക് വളരെ മെല്ലെ കാർഗൂന്തൽ അഴിച്ചിടുക. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഐബ്രോ പെൻസിൽ വെച്ച് നമുക്ക് പിരികം കറുപ്പിക്കുക. അത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണെന്ന് വേണം പറയാൻ. ഐബ്രോ വരയ്ക്കുമ്പോൾ എൻ്റെ മുഖം തന്നെ മാറാറുണ്ട് ഗെയ്സ്. എൻ്റെ കൈയുടെ കഴിവ് അത്രയ്ക്കുണ്ടേ. അതെ, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ കൈകളിലാണ്. അതാദ്യം നിങ്ങൾ വിശ്വസിക്കുക. എൻ്റെ സൗന്ദര്യം എൻ്റെ കൈകളിലാണ്. ഞാൻ ഐബ്രോ പെൻസിലൊക്കെ വരച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ആളാന്ന് തോന്നത്തില്ല. അത്രയ്ക്ക് ചേഞ്ചാണ് എൻ്റെ ലൈഫിൽ വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അവസാനം കാണുമ്പോൾ മനസ്സിലാകും. ഈ ആദ്യം കയറി ഒന്ന് പേപ്പർ കൂലൊക്കെ പോവും. നമ്മൾ കാര്യം തേങ്ങ ഇടാൻ പോകണമെങ്കിലും നമ്മൾ പറങ്ങണത് അടിപൊളി ലുക്കിലാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മുടി കൊതക്കം എന്താണെന്നറിയില്ല, മുടി അങ്ങോട്ട് മെനയ്ക്ക് വരണില്ല. എന്നും നല്ല മെനയ്ക്ക് വരണ മുടിയാണ്, ഇപ്പം അങ്ങോട്ട് മെനയില്ല. മുടി ഒത്തിരി അങ്ങ് വളർന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാടങ്ങായിപ്പോയി. അതായിരിക്കാം മുടി പണ്ടത്തെ കണക്കങ്ങ് പെട്ടെന്നൊന്നും കെട്ടിയിടാനൊന്നും പറ്റുന്നില്ല. നീളം കൂടിയതുകൊണ്ടായിരിക്കാം. കുറച്ചങ്ങ് വെട്ടിക്കളയണം അല്ലേ? പറയൂ ഗീസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. അങ്ങനെ ഏകദേശം കഴിഞ്ഞു. ഇനി അവസാനം എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ആലോചിച്ചു, തേങ്ങ ഇടാൻ പോവേയില്ലേ, ഒരു ലൈറ്റ് ലിപ്സ്റ്റിക്ക് ഇടാം. അതായത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു എന്ന് ആരും മനസ്സിലാക്കരുത്, പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടായിരിക്കണം എന്നൊരു ചിന്തയിൽ ഒരു ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടു. ആൾക്കാരെ പറ്റിക്കലാണ് എൻ്റെ മെയിൻ. അപ്പോൾ ഈ ഒരു ലുക്ക് എനിക്കങ്ങ് തൃപ്തി കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് പൊട്ടിട്ടാലേ നമുക്ക് സൗന്ദര്യത്തിന് ആക്കം കൂടത്തുള്ളൂ. ഇനി എന്താ വേണ്ടത്, ഒരു കുങ്കുമാവേക്കാം അല്ലേ? നമ്മൾ കല്യാണം കഴിച്ചെന്ന് നാലാളറിയണം. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. എന്നിട്ടും തൃപ്തി വരാതെ ഞാൻ അടുത്ത കൂട്ട് ലിപ്സ്റ്റിക്ക് റോസ് കളർ, ബ്രൗണിൻ്റെ മണ്ടിൽ റോസ് അടിച്ചു. നമ്മളിപ്പോൾ ആ തെങ്ങ് ഈ തെങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ബംഗാളി നമ്മളെ മുഖത്തോട്ട് നോക്കും. അപ്പം അവർക്ക് അയ്യേന്ന് തോന്നരുത്. നമ്മളെ ചുണ്ടുകളൊക്കെ നല്ല മിനുമിനായിരിക്കണം. എന്നിട്ടും തൃപ്തി വന്നില്ല കേട്ടോ. നോക്കിയിട്ട് അങ്ങോട്ട് ഒരു തൃപ്തി വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഏത് സംഭവം ഒരു ലിപ് ലൈനറും കൂടി വരച്ചായിരുന്നു. നിങ്ങളത് കണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് അവസാനം കേട്ട പരിപാടി ഇതോടുകൂടി കൊട്ടിക്കലാശമാണ്. എൻ്റെ ഒരുക്കം തീർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവസാനം ഒരു ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോ, അതാ കഴിഞ്ഞു എൻ്റെ ഒരുക്കം. ഇത് കഴിഞ്ഞ് താഴെ വന്നപ്പോഴാണ് ഞാൻ ആ ട്വിസ്റ്റ് മനസ്സിലാക്കിയത്, തേങ്ങാക്കാര ഇന്ന് വരൂലെന്ന്. എനിക്കറിയില്ല എത്ര സമയമാണ് പോയെന്നറിയോ, എത്ര സമയം, എൻ്റെ വിലപ്പെട്ട സമയങ്ങൾ. പിന്നെ 2 സവാള എടുത്തു വെച്ചങ്ങ് അരിഞ്ഞ്. വിഷമമുണ്ടേ കുട്ടിക്ക്, വിഷമം. പിന്നെ ലിപ്സ്റ്റിക്ക് വിട്ട് 2 ലിപ്സ്റ്റിക്ക് വിത്ത് ലിപ് ബാം, പിന്നെ ഒരു ലിപ് ലൈനർ ഒക്കെ ഇട്ടിട്ട് വന്ന ഞാനാണ്. പക്ഷെ പറഞ്ഞിട്ട് യോഗയില്ല, ഇവിടെ ഇരുന്ന് സവാള അരിയാനേ യോഗമുള്ളൂ. പിന്നെ കുഴപ്പമില്ല, കീരിച്ചാള കറി വയ്ക്കാൻ, ഇനി അതെങ്കിലും നടക്കട്ടെ. നമ്മളെ ഒരുങ്ങി നിൽക്കുക. എന്താ സീരിയലിലൊക്കെ ഇങ്ങനെയല്ലേ, സീരിയലിലൊക്കെ ആടയാഫറിനൊക്കെ ഇടും. ഞാൻ വെച്ച് കാർബോ പാനൊക്കെ ഇട്ട് അടുക്കളയിൽ നിൽക്കും. ഒരു വെറൈറ്റി, അതാരും ആഗ്രഹിക്കാത്തത്, എല്ലാവരും ആഗ്രഹിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഹരിതകർമ്മ സേന വന്ന് അതെന്നെ ഒരു പറ്റിക്കലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് വിളിച്ചെന്ന് നോക്കി. ഞാൻ ചോദിച്ചു തേങ്ങക്കാരനായിരിക്കും. അല്ല, ബെല്ലടി കേട്ടപ്പോൾ വലിയ പ്രതീക്ഷിച്ചു, പക്ഷെ അല്ലായിരുന്നു. പിന്നെ പോയിട്ട ഉടുപ്പുകളൊക്കെ ഊരി എറിഞ്ഞു. ഇനി അതുകൊണ്ട് നിന്ന് നാളെയും തേങ്ങാക്കാരും വരുമായിരിക്കും, നാളെ പോവാം. അങ്ങനെ പിന്നെ അതെ അരി കഴിവലായി, അരി ഊറ്റലായി, എന്തൊക്കെയോ പണി. ഒരു പണിക്ക് മീതേ അടുത്ത പണി. തീരുമ്പോൾ പണിയിടാൻ ഞാൻ കുപ്പിന്ന് വന്ന പൂതോണെന്നാണ് ചിലരുടെയൊക്കെ വിചാരം. എനിക്ക് വയ്യ, സങ്കടം സഹിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുങ്ങി നിന്ന സമയത്ത് അമ്മ അവിടുത്തെ പണി പകുതിയും തീർത്ത്. ഇനി ഇച്ചിരി പണിയേ ഉള്ളൂ ഇവിടെ. എന്തരോ ഇച്ചിരി പൂലമൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ദേ ഈ വലിയ കൂമ്പ് അവൻ എന്നെ കാത്തിരിക്കുകയാണ്. അമ്മയ്ക്ക് കൈ വയ്യല്ലോ, ഇവനെ ഞാൻ തന്നെ അരിയണം.
ഈ കുറേ തോടൊക്കെ ഞാൻ ദൂരെ എറിഞ്ഞ്. കാര്യം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര കട്ടിയമ്മ, നമുക്ക് അരിഞ്ഞൊക്കെ പാടായിരിക്കും ചവച്ച് തിന്നാനൊക്കെ. സംഭവം എനിക്ക് അരിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയെ പറഞ്ഞ് ഇതൊക്കെ ഊരിക്കളയുന്നത്. അങ്ങനെ കുറച്ച് തൊലിയൊക്കെ ഉരിച്ചിട്ട് ബാക്കി ഇതൊരു കപ്പക്കുലയുടെ ഗൂമ്പാണത്രേ. അപ്പോൾ നാളെ നമ്മളൊരു കൂമ്പ് തോരൻ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കൂമ്പ് തോരന് വേണ്ടി നമ്മൾ അരിയുന്നത്. ഇതിനേക്കാൾ എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു കാര്യം വേറൊന്നാണ് ഇത് കേട്ടപ്പോൾ. ഈ കൂമ്പ് തോരൻ അത്രയും അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറയാം പകുതി നമുക്ക് അപ്പുറത്ത് ഉമ്മക്കങ്ങ് കൊടുക്കാനും. സർവ ദൈവങ്ങളെ ഞാനങ്ങ് മനസ്സ് വിചാരിച്ചു, എങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഉമ്മയെ കൊണ്ട് അരിയിപ്പിച്ചാൽ പോരെ ഇരുന്ന, ഞാനിവിടെ മാക്കാ കിടന്ന് അരിയോടെ വരുന്ന. അമ്മ എല്ലാം അങ്ങനെയാണ് കേസ്, അവസാനവും ട്വിസ്റ്റ് അറിയിക്കത്തുള്ളൂ. ഇതാണ്ട എന്ത് കഷ്ടപ്പെട്ടാണ് ഈ കൂമ്പ് ഞാനിവിടെ അരിഞ്ഞതെന്ന് അറിയാമോ? അതും നമ്മൾ ഇന്ന് ഈ കൂമ്പ് വയ്ക്കുന്നില്ല പോലും. ഇതിൽ നിന്ന് ഫ്രിഡ്ജ് വയ്ക്കാൻ പകുതി ഉമ്മക്ക് കൊടുക്കും, ഉമ്മ ഇന്ന് വയ്ക്കട്ടെന്നും. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് വന്ന് എന്നോട് എന്തൊക്കെയോ വർത്താനം പറയുവാണ്. ഞാൻ ഇവിടെ എൻ്റെ ജീവൻ പണയം വെച്ച പോരാട്ടത്തിലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് നമ്മളെ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നത് തിരിഞ്ഞ് ചെയ്യുന്നത്, പാത്രം കഴിവ്. അയ്യോ ജീവിതമേ തുലഞ്ഞു പോത്തേ. ഇനി എന്താ തുടപ്പാന്ന് തോന്നുന്നു, എന്തൊക്കെയോ തുടക്കുകയും തൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഇന്നത്തെ ദിവസം പോയി അങ്ങ് പറയാം. രാവിലെ ഒരുക്കം, പിന്നെ കൂമ്പ് തോരൻ അരിയൽ, ഒന്നും അങ്ങോട്ട് മെന വരുന്നില്ല. ഒട്ടും വയ്യ കേസ്. ഇത് അവസാനഘട്ട ക്ലീനിങ് ആണ്, ഇതെനിക്ക് ഇഷ്ടമാണ് കേസ്. ഞാൻ തൂത്ത് മാറ്റ് കൊണ്ടിട്ടപ്പോൾ അമ്മ പറയുന്നത് മാറ്റ് കൊണ്ടിട്ട് ഇനി ഒരു വട്ടം കൂടെ തൂക്കാണെന്ന്. എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തൂക്കണമെങ്കിൽ തൂക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ തൂത്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ചവറ് കിടന്നു എന്നാണ് അമ്മ അവകാശപ്പെടുന്നത്. പിന്നെ അമ്മയുടെ ഇഷ്ടത്തിനൊക്കെ തൂക്കട്ടെ, ഞാൻ അങ്ങോട്ട് മാറി ഒരു മറ്റേ സംഭവം കൊണ്ടു കൊടുത്ത് അമ്മ എന്നെ തൂക്കട്ടെ അമ്മയുടെ ഇഷ്ടത്തിനും. അത് കഴിഞ്ഞിട്ട് ഇനി ആ എടുത്ത മാറ്റ് തിരിച്ചുകൊണ്ട് വരണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സർഫ് പൊടി തീർന്നു കേസ്. അപ്പം ഇതൊക്കെ ആകുമ്പോൾ എളുപ്പമുള്ള ജോലികളാണ്. സർഫ് തട്ടിയിടുക, സർഫ് എടുത്തുകൊണ്ട് വരിക, തട്ടിയിടുക, കുറേ നേരം തട്ടിയിട്ടുണ്ട് അവിടെ അങ്ങ് നിൽക്കുക. അപ്പോൾ കുറേ സമയം അങ്ങനെ പോകും. ഇപ്പം ഈ സർഫ് തട്ടിയിടേണ്ട ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല. പക്ഷെ ഞാൻ എന്തിനിത് ചെയ്തു എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഇച്ചിരി നേരം അങ്ങനെ താങ്ങിയും തൂങ്ങിയൊക്കെ അവിടെ അങ്ങ് നിൽക്കും. ഒക്കെ തന്നെ. പിന്നെന്താ ഇനി എന്താ അവിടെ പരിപാടി? ഇറങ്ങി വരൂ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, എനിക്ക് പറയാനുള്ളതാണ്. പാത്രങ്ങൾ പറക്കി അകത്തോട്ട് വെക്കണം. വെളിയിൽ വെയിലത്ത് വെച്ചിരുന്നതാണേ. ഇന്നലത്തെ കൊഞ്ച് കറിയൊക്കെ ഇവിടെ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അവസാനം ചൂടുവെള്ളം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് അമ്മ. അത് അവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ ശകലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വന്ന് സർവ്വകാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കും, ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇനി ഒരു ഓറഞ്ച് തിന്നാം. സമയം 12:30 മണി. ഒരു ഓറഞ്ച് തിന്നാലേ 1 മണിക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് ഞാൻ ചോറ് കഴിച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയതും കോട്ടുക വന്നു. ഇതാണ് അവസ്ഥ. ഇനി രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ബുക്ക് എടുക്കുമോ എനിക്ക് ഉറക്കം വരും. ഇതാണ്. ഉറങ്ങാൻ വേണ്ടി കിടന്നോട്ട് ഉറക്കം വരത്തുമില്ല. അങ്ങനെ കോട്ടോയും ഇട്ട് ആടി ഉലഞ്ഞിരുന്നുള്ള പഠിത്തം. ഇതെത്ര സമയം, ഒരു 1.5 മണിക്കൂർ ഇരുന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ എത്ര സമയം ബുക്ക് നോക്കിയെന്ന് എനിക്കറിയില്ല. ഫോൺ 1 മണിക്കൂർ നോക്കിയിട്ടുണ്ടായിരിക്കും എന്തായാലും. ഫോൺ ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കണം. സമയം നോക്കുമ്പോൾ അതുവഴി ഫേസ്ബുക്ക് വഴി, വാട്സപ്പ് വഴി, ഇൻസ്റ്റഗ്രാം വഴി ഒരു കറക്കം. വൈകുന്നേരമായി. അമ്മ ചായയും പുട്ടും കൂടി ഇട്ട് ഐസ്ക്രീം രൂപത്തിൽ കുടിക്കുകയാണ്. പാവൻ നമ്മുടെ മന്ദപ്പൻ അവൻ ഇരുന്ന് നോക്കുന്നു. അവൻ എനിക്കും കൂടി തള്ളയെന്നുള്ള ഭാവത്തിലാണ്. കൊടുത്തില്ല കേട്ടോ. ഇനി ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇത് മെനിങ്ങാന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട സെയിം ഉടുപ്പായിരിക്കും. ഞാൻ അങ്ങനെ തുണിയൊന്നും എടുത്തിട്ട് കഴിവുന്ന കൂട്ടത്തിലുള്ളതല്ല. തുണി പാഴിപ്പോവും. അതുകൊണ്ട് എന്നെ മടിയുള്ളതുകൊണ്ടൊന്നും അല്ല. എന്നും എടുത്തിട്ട് കഴിവിയാൽ തുണി പാഴിപ്പോവും. അങ്ങനെ നമ്മൾ എന്ന് സർഫ് ഇട്ടുകൂടാ, വെയിലും കൊള്ളിച്ചുകൂടാ. നമ്മളെ തുണികളൊക്കെ പാഴിപ്പോവും. അതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ച് പോയിട്ടൊക്കെ വന്നപ്പം അമ്മ എന്തോ കറുത്ത കപ്പലണ്ടി പിണ്ണാക്ക് കണക്ക് എന്തായിരുന്നു തിന്നുന്നത്. ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബൊറട്ടിയാണെന്നാണ്. റാഗി ഉറട്ടിയാണ് അത്രയാ. റാഗി ഉറട്ടി തേങ്ങ ഇട്ടായിരുന്നു. പിന്നെ ഇച്ചിരി ഞാനും മേടിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് അറിയണമല്ലോ, നമ്മളറിയാതെ വല്ല കപ്പലണ്ടി പിണ്ണാക്ക് അവിടെ തീറ്റയുണ്ടോയെന്ന്. പിന്നെ വന്നപ്പോൾ നോക്കിയപ്പോൾ മീൻകറി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് സെറ്റ് ആവണില്ല. എങ്കിൽ ഒരു താറാമുട്ട ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കാമെന്നങ്ങ് ഓർത്തു. ഈ ഓംപ്ലേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മടിയുള്ളവർക്ക് പറ്റിയൊരു ഓംപ്ലേറ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മിക്കുള്ളവരോ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. എന്നെ പോലെയുള്ളവർ ഈ വഴിയൊക്കെ ചെയ്യുന്നതായിരിക്കും വന്നേക്കുന്നത്. ആദ്യം പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ തടുക, മുട്ട ഡയറക്റ്റ് പൊട്ടിച്ചങ്ങ് ഒഴിക്കുക, അതിലേക്ക് ഈ സകല ഉപ്പുവെള്ളവും തളിക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക, തീർന്നു. ഉള്ളി അരിയണ്ട,
ഇളക്കണ്ട, ആ പാത്രം കഴുകണ്ട, എന്തെല്ലാം പാടാണ് ഒരു മുട്ട പൊരിക്കുമ്പം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതി ട്രൈ ചെയ്യാം. ഞാൻ വളരെ എളുപ്പത്തിന് ചെയ്യുന്നൊരു മുട്ട പൊരിച്ചതാണ് കേട്ടോ ഇത്. മടി എനിക്കില്ലാത്ത കുട്ടിയാണ്, വല്ലപ്പോഴൊക്കെ അങ്ങ് മടി വരും. അപ്പം അതുകൊണ്ട് ഡെയിലി ഈ മുട്ട തന്നെ ഞാൻ പൊരിച്ച് തിന്നുന്നത്, മറ്റേ ഉള്ളി അരിച്ചിട്ട് മുട്ട തീറ്റയൊന്നുമില്ല. ഏകദേശം കഴിയാറായി ദിവസം. ഇന്നത്തെ ദിവസം അവസാനം രാത്രിയിലത്തെ പാത്രം കഴിവലിലെത്തി. ഇതും കൂടി കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷം. ഇനി ഒന്നും ചെയ്യണ്ടല്ലോ, ഇനി ഒന്ന് നടന്നു വർത്തണം. അതാണ്. അങ്ങനെ തൂപ്പും തുടപ്പും അതൊക്കെ കഴിഞ്ഞതേ ഒരു ദിവസം പിന്നും തീരാറായി. തുടച്ച സ്ഥലം തന്നെ പിന്നും തുടയ്ക്കുന്ന ഒരു അസുഖം എനിക്കുണ്ട്. അതെന്തെന്ന് എനിക്കറിയില്ല. നീറ്റായി കിടക്കുന്ന സ്ഥലം പിന്നും തുടയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചും കൂടി ഒന്ന് വെട്ടി തിളങ്ങുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പാത്രങ്ങളെല്ലാം. ഇതിനിടയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ്, ചോറ് കഴിച്ചാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ 2 പഴം എടുത്തിട്ടുണ്ട്. കറികളെല്ലാം അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. 2 പഴമേ ഇപ്പം നിങ്ങൾ കാഴ്ചയിൽ ഞാൻ എടുത്തിട്ടുള്ളെങ്കിലും എന്നിട്ട് ഞാൻ പിന്നെ ഇറങ്ങി രാത്രിയാകുമ്പോൾ ഫോണിൽ ടോർച്ച് പിടിച്ച് ഇതേ പാത്രത്തിൻ്റെ അടുത്ത് ഞാൻ വന്ന് നിൽക്കാറുണ്ട്. ഒരു 4-5 പഴം ക്യാമറ ഇല്ലാതെ ഞാൻ കഴിക്കാറുമുണ്ട്. അമ്മ എവിടെയൊക്കെ പോയി ഞാൻ രാത്രി ഒരു ട്രിപ്പ് മുട്ട പൊരിച്ചതൊക്കെ തിന്നിട്ട് വന്നിട്ടാണ് ഈ പഴം തിന്നുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സി.